വർഷങ്ങളോളം പഴക്കമുള്ള 18 ലക്ഷം സുബ്ഹാനല്ലാഹ് സ്വലാത്തിന്റെ ഫضل കൊണ്ട് റബ്ബ് കൊടുത്തു. സ്വലാത്ത് കേട്ടാലുള്ള നിഅമത്താണ്. 18 ലക്ഷം കിട്ടാത്ത സമ്പത്ത് അല്ലാഹു കൊടുത്തു. കിട്ടൂലെന്ന് വിചാരിച്ചതാണ്. അത് സ്വലാത്തിന്റെ പവറാണ്. അത് സ്വലാത്തിന്റെ പവറാണ്. തലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ കബൂലാക്കട്ടെ. വിഷമങ്ങളെല്ലാം മാറ്റി തരട്ടെ. സങ്കടങ്ങളെല്ലാം തരാതിരിക്കട്ടെ. എന്ത് നെയ്യത്ത് വെച്ചിട്ടാണോ ഈ മജ്‌ലിസിരിക്കുന്നെങ്കിൽ എല്ലാരും മുറാദും അല്ലാഹ് ആസിലാക്കി കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ. ഇതൊന്നും എനിക്ക് നിങ്ങളോട് ഞാൻ ഈ മജ്‌ലിസ് തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ഒരിക്കലും എന്റെ കറാമത്ത് കൊണ്ടാണ് എനിക്കെന്തോ അല്ലാഹു തന്നിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ എന്തില്ല ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടോ? അതുകൊണ്ട് ഇതൊക്കെ സ്വലാത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്താണ്. സ്വലാത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്താണ്. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ ആകൂല. ഇത് വെറുതെ ആകൂല. മനസ്സിലായില്ലേ? എന്നോട് പല ആളുകളും ചോദിക്കുന്നുണ്ട് നിങ്ങളെ മേത്ത് ജിന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളെ മേത്ത് ചേക്കുട്ടിപ്പാപ്പുണ്ടോ. എന്റെ മേത്ത് ജിന്നുമില്ല, ഒരു പാപ്പയില്ല. ഞാൻ ചെയ്യുന്ന അമലുകൾ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് സ്വലാത്താണ് ചൊല്ലുന്നത്. അത് അല്ലാഹു അല്ലെ സ്വലാത്തിന്റെ പവിത്രത കുറച്ചു നല്ല ബഹുമാനിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ അംഗീകരിച്ച ബഹുമാനിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നാളെയും അൽഹംദുലില്ലാഹ് നയന മനോഹരമായ ഫള് പറയാണ്ട്. പിന്നെ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് 25-ാം തീയതി അത്ഭുതങ്ങൾ നിറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസ് 10,000 ആളുകൾ ഒരുമിച്ച് കൂടി നമ്മൾ വിലക്ക് വാങ്ങിയ സ്ഥലം അവിടെ വെച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ്. നൂറെ ഹബീബിന്റെ മുത്തുമണികളോട് പറയാനുള്ളത്, ആ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു കസാല ഇടാനുള്ള സ്ഥലം നിങ്ങൾ വാങ്ങണം. നമ്മൾ മരണപ്പെട്ടു പോയി. നമ്മൾ വാങ്ങിയ സ്ഥലത്ത് നമ്മൾ സ്ഥലം വാങ്ങി മേലെ കൊടുക്കാട് വർഷങ്ങളെ കഴിഞ്ഞ് നമ്മൾ മരണപ്പെട്ടു പോയി. ആ സ്ഥലത്ത് മറ്റുള്ള ആളുകൾ വന്ന് സ്വലാത്ത് ചൊല്ലും. ഇന്നലെ ഗ്രൂപ്പിൽ ആടാക്കി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതാണത് സുലൈഖ റസാഖ്. അവരെ ചൊല്ലുന്ന സ്വലാത്തിന്റെ ഒരു ഫളില് അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ കേട്ടോ. അപ്പോ ആ ഒരു നമ്മൾ മരിച്ചുപോയി. അപ്പൊ ആ സ്വലാത്ത് അതിലൊരു പ്രതിഫലം മറ്റുള്ള ആളുകൾ വന്നിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ ഉഹുദ് പർവതമുണ്ടാകും. അതുപോലെ നമ്മൾ വാങ്ങിയ സ്ഥലം അവിടെ അത് നമ്മൾ ആഖിറത്ത് നമുക്കുണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ ഗ്രൂപ്പിൽ ഇന്നലെ കുറച്ച് പേര് ആടാക്കി. ഇന്നലെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. എല്ലാ വാതിലും അടഞ്ഞു കിടക്കുകയാണ്. ലോൺ അടങ്ങ അല്ലാഹുവേ. എല്ലാ നൂറെ ഹബീബിന്റെ മുത്തുമണികള് ഒരുപാട് പേരുണ്ട് പോലെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കണം. സന്തോഷം നൽകണേ അല്ലാഹ് കേട്ടാ. ഇനി പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഇന്ന് കൊടുക്കാടല്ലേ. പിന്നെ 25-ാം തീയതി നമ്മളെ മജ്‌ലിസാണ്. അന്ന് പിന്നെ എന്താ പറയാ ഏർവാട് ശുഹദാക്കളെ ആണ്ടാണ്.
CM വലിയുള്ളാഹി തങ്ങൾ ആണ്ടാണ്. അങ്ങനൊരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അള്ളാഹു ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അന്ന് എല്ലാരും വരണം, ഒരാൾ ഒഴിവാകരുത്. അവിലുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അതിന്റെ കേട്ടോ, പിന്നെ അതിന് അവിലാണ്. അതിന് ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിന് പൈസ അയക്കേണ്ടത് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറയും ഏത് ഗൂഗിൾ പേ എന്നുള്ളത് കേട്ടോ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ബഷീർ, ഞാൻ ഗ്രൂപ്പിൽ ആളെ ചേർത്തു. തങ്ങളിപ്പോ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാ വിഷമം അള്ളാഹു മാറ്റി തരട്ടെ. പിന്നെ എന്താ പറയുള്ളത്, ബസ്സിന്റെ നമ്പർ വായിക്കും കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നാളെയും അത്ഭുതങ്ങളാണ് പറയാനുള്ളത്. നാളെ കേട്ടോ, നാളെയും അത്ഭുതങ്ങൾ ഫളിലുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ്, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണെന്ന്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണണം. അതിന് അള്ളാഹു ഒരു വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം 101 വട്ടം ചൊല്ലണം. ഇന്ന് രാത്രി ഉറക്കത്തിൽ റസൂലുള്ളാഹിനെ കാണണം. 101 സ്വലാത്ത്, 101 ദിക്ർ, 101 ഇസ്തിഗ്ഫാർ. അല്ലാഹു ഇൻഷാ അല്ലാഹ് ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് പന്തല് കൂട്ടും കേട്ടോ. പിന്നെ വരുന്ന വ്യാഴാഴ്ച ചാവക്കാട്